നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശങ്ങളാണ് നടത്തിയതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പാർലമെന്ററി ചട്ടങ്ങൾ ലംഘിക്കുന്ന കവലപ്രസംഗമാണ് രാഹുൽ നടത്തിയതെന്നും അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രസംഗം പാർലമെന്ററി ചരിത്രത്തിൽ ഇതാദ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദുക്കൾക്കെതിരായ പരാമർശം വേദനാജനകമാണ്. ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വക്താക്കളാണ് എന്ന രാഹുലിന്റെ പരാമർശം അപലപനീയമാണ്. ഈ പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് രാഹുൽ മാപ്പ് പറയണം. പ്രസംഗം നടക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കേരളത്തിൽ നിന്നുള്ള 19 അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കേരളത്തിലെ എംപിമാർ വായി മൂടിക്കെട്ടി കൈയടിച്ച് കേരളത്തിന് നാണക്കേടുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അവാസ്തവമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവും ഇന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം ഒരു പാർട്ടി നേതാവും നടത്താൻ പാടില്ല എന്നും വി മുരളീധരൻ ഓർമ്മപ്പെടുത്തി. പാകിസ്ഥാന്റെ പ്രകോപനത്തെക്കുറിച്ച് രാഹുലിന് ഒന്നും പറയാനില്ല. പാർലമെന്റിൽ സ്പീക്കർക്ക് പുറംതിരിഞ്ഞു നിൽക്കരുത് എന്നുള്ളത് പാർലമെന്ററി മര്യാദയുടെ ഭാഗമാണ്. പ്രസംഗത്തിന്റെ പകുതി സമയത്തിലധികവും സ്പീക്കർക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ചിഹ്നം ശിവന്റെ അഭയമുദ്രയാണ് എന്ന് പറയാൻ അപാര തൊലിക്കെട്ടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലരും തുടർച്ചയായി കള്ളങ്ങൾ പറയുകയും അഹിംസയുടെയും ആക്രമണത്തിന്റെയും മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന വിവാദ പരാമർശമാണ് രാഹുൽ ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞത്. വിദ്വേഷവും വെറുപ്പും തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതുമല്ല ഹിന്ദുത്വമെന്ന് പറഞ്ഞ് ഭഗവാൻ ശിവന്റെ ചിത്രവും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കാട്ടി. രാഹുൽ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിച്ചെന്നും ഹിന്ദുക്കൾ അക്രമകാരികളാണ് എന്ന പരാമർശം ഗുരുതരമാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി.